അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് പാരായണം ആരംഭിക്കുകയാണ്. 38 കൂടിയുള്ള ശ്ലോകങ്ങൾ. വൈകുണ്ഠസദനം പ്രാപ്തം രമാരമണമന്ദിരം അസംഭാവ്യാ വിഭൂതിശ്ച തത്ര ദൃഷ്ടാ മയാ സുതാ. വിസിസ്മിയേ തദാ വിഷ്ണുർദൃഷ്ട്വാ തത്പുരമുത്തമം സദനാഗ്രേ യയൗ താവദ്ധരി കമലലോചന. അതസീ കുസുമാഭാസ പീതവാസാശ്ചതുർഭുജ ദ്വിജരാജാധിരൂഢശ്ച ദിവ്യാഭരണഭൂഷിത. വീജ്യമാനസ്തദാ ലക്ഷ്മ്യാ കാമിന്യാ ചാമരൈ ശുഭൈ തം വീക്ഷ്യ വിസ്മിതാ സർവേ വയം വിഷ്ണും സനാതനം. പരസ്പരം നിരീക്ഷന്ത സ്ഥിതാസ്തസ്മിൻ വരാസനെ തതശ്ചചാല തരസാ വിമാനം വാതരം ഹസാ. സുധാസമുദ്രസംപ്രാപ്തോ മിഷ്ടവാരിമഹോർമിമാൻ യാതോ ഗണസമാകീർണശ്ചലദ്വീചി വിരാജിത. മന്ദാരപാരിജാതാദ്യൈ പാദപൈരതിശോഭിത നാനാസ്തരണസംയുക്തോ നാനാചിത്രവിചിത്രിത. മുക്താദാമപരിക്ലിഷ്ടോ നാനാദാമവിരാജിത. അശോകബകുളാഖ്യൈശ്ച വൃക്ഷൈ
കുരപഗാദിഭി സംവൃത സർവതഃ സൗമ്യൈ കേതകീ ചമ്പകൈർവൃത കോകിലാരവസംഘുഷ്ടോ ദിവ്യഗന്ധസമന്വിത ദ്വിരേഭാതിരണൽക്കാരൈരഞ്ജിത പരമാദ്ഭുത തസ്മിൻ ദ്വീപേ ശിവാകാര പര്യംഗ സുമനോഹര രത്നാളിഖചിതോത്യർത്ഥം നാനാരത്നവിരാജിത ദൃഷ്ടോസ്മാഭിർവിമാനസ്ഥൈ ദൂരതഃ പരിമണ്ഡിത നാനാസ്തരണസംച്ഛന്ന ഇന്ദ്രചാപസമന്വിത പര്യംഗപ്രവരേ തസ്മിന്നുപവിഷ്ട വരാംഗന രക്തമാല്യാംബരധര രക്തഗന്ധാനുലേപന സുരക്തനയനാ കാന്ത വിദ്യുൽ കോടിസമപ്രഭാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായം 26 ശ്ലോകം മുതൽ 38-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി നതോന്നതാവൃത്തത്തിൽ പാടി ആ പരമേശ്വരിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രമാനാഥൻ തൻ വൈകുണ്ഠം തന്നിലെത്തി അവിടെയോ ഭാവനയ്ക്കുമതീതമാം ഐശ്വര്യം കണ്ടു. പുരം കണ്ടു വിഷ്ണു പോലും വിസ്മിതനായി നിൽക്കേയതാ. പുരത്തിൻ്റെ മുന്നിലെത്തി താമരക്കണ്ണൻ. കായാമ്പൂവിൻ നിറം മഞ്ഞപ്പട്ടും 4 തൃക്കൈകളും ഗരുഡസ്ഥൻ ആഭരണം അണിഞ്ഞിട്ടുണ്ട്. പത്നി ലക്ഷ്മി വെഞ്ചാമരം വീശിടുന്നു ഞങ്ങളെല്ലാം. പരമസത്യത്തെ കണ്ടു വിസ്മിതരായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പരസ്പരം നോക്കി ഞങ്ങൾ വിമാനത്തിലിരിക്കവേ പതിയെയുയർന്നു പൊങ്ങി ദിവ്യവിമാനം. അത്യദ്ഭുത തിരകളും ഓളങ്ങളും നിറഞ്ഞതാം അമൃതസാഗരത്തിലായി വിമാനമെത്തി. മന്ദാര പാരിജാതാദി വൃക്ഷങ്ങളും പലതരം വിരിപ്പുകൾ ചിത്രങ്ങളാൽ അലങ്കൃതമായി. മുത്തുമാല തൂക്കിയതും മാലകളാൽ അലങ്കൃതം. അശോകം ഇലഞ്ഞിയാദി വൃക്ഷങ്ങളാലും. അമ്മേ ദേവി ഭഗവതി,
അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. മൃദുവായ കൈത ചമ്പകം തുടങ്ങിയവയൊപ്പം കുയിലിൻ്റെ പാട്ടും ദിവ്യമാകും ഗന്ധവും മൂളിടുന്ന വണ്ടിൻ കൂട്ടം അത്യദ്ഭുതമണിദ്വീപം അവിടെ മംഗളമായ മഞ്ചവും കണ്ടു. രത്നങ്ങൾ പതിച്ചതും നൽ രത്നങ്ങളാൽ ശോഭിതവും തിളങ്ങുന്ന മഞ്ചം ഞങ്ങൾ ദൂരെയായി കണ്ടു. പലവിധ കമ്പളത്തിൽ മഴവില്ലിൻ കാന്തിയോടെ പര്യങ്കത്തിൽ സുന്ദരി തരുണിയുമുണ്ട്. രത്നമാല്യം രക്താംബരം ചെങ്കുങ്കുമം കണ്ണുകൾക്കും ചുവപ്പുണ്ട്. കോടി മിന്നൽ പ്രഭയുമുണ്ട്. രത്നമാല്യം രത്നാംബരം ചെങ്കുങ്കുമം കണ്ണുകൾക്കും ചുവപ്പുണ്ട്. കോടി മിന്നൽ പ്രഭയുമുണ്ട്. അമ്മേ ദേവി അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്ര കാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം മുതലാണ് 38 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. വീഴുന്നു ഞാനാംബികേ. ഇവിടെ 25-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, സപ്തമാതാക്കളോടുകൂടി മഹാദേവൻ അവിടേക്ക് എഴുന്നള്ളുന്നത് ഞങ്ങൾ 3 പേരും കണ്ടു, ത്രിമൂർത്തികൾ കണ്ടു എന്നാണ്. വല്ലാത്ത സംശയമായി. അപ്പം തന്നെ ആ വിമാനം ഗിരിശൃംഗത്തിൽ നിന്ന് വായുവേഗത്തിൽ ഉയർന്നു. വൈകുണ്ഠസദനം പ്രാപ്തം രമാരമണ മന്ദിരം അസംഭാവ്യ വിഭൂതിശ്ച തത്ര ദൃഷ്ടാ മയാ സുത. രമാനാഥനായിരിക്കുന്ന ലക്ഷ്മീകാന്തനായിരിക്കുന്ന ഭഗവാന്റെ മന്ദിരം വൈകുണ്ഠം, വൈകുണ്ഠത്തിലേക്ക് വിമാനം എത്തി. ഹേ സുത, എൻ്റെ പ്രിയപ്പെട്ട നാരദ, അവിടെ ഭാവന ചെയ്യാൻ പറ്റാത്തത്ര ഐശ്വര്യ സമൃദ്ധി, അതാണ് ഈ വൈകുണ്ഠത്തിൽ കണ്ടത് എന്ന് പറയുന്നു. അസംഭാവ്യ വിഭൂതിശ്ച തത്ര ദൃഷ്ട, അവിടെ അത്രയധികം ഐശ്വര്യം അവിടെ കണ്ടു. വിസിസ്മയേ തഥാ വിഷ്ണുർ
ദൃഷ്ട്വാ തത്പുരമുത്തമം, അവിടെ ഉത്തമമായ ആ പുരം, തൻ്റെ സദനം കണ്ട് വിമാനത്തിലിരിക്കുന്ന വിഷ്ണു പോലും വിസ്മയിച്ചു പോയി എന്നാണ്. സദനാഗ്രേ യയോ താവത് ഹരി കമലലോചന. അപ്പൊ ആ ഭവനത്തിന്റെ മുമ്പില് താമരക്കണ്ണനായിരിക്കുന്ന സാക്ഷാൽ ഹരി വിഷ്ണു എഴുന്നള്ളി വരുന്നു. ഇപ്പൊ ഞങ്ങൾ ത്രിമൂർത്തികൾ അകത്ത് വിമാനത്തിന്റെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ സത്യലോകത്തിലും കൈലാസത്തിലും വൈകുണ്ഠത്തിലും ഞങ്ങളെപ്പോലെ ആ താമരക്കണ്ണനായിരിക്കുന്ന വിഷ്ണുവിനെയും കമലജനായിരിക്കുന്ന എന്നെയും അതേപോലെ തന്നെ കൈലാസേശ്വരനായ മഹാദേവനെയും കണ്ടു. എങ്ങനെയാ ഭഗവാൻ? അതസീ കുസുമാഭാസ പീതവാസാശ്ചതുർഭുജ, കായാമ്പൂവിൻ്റെ നിറം. അതസീ കുസുമം അതിൻ്റെ നിറമാണ്. മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്, 4 കൈകളുണ്ട്. ദ്വിജരാജാധിരൂഢശ്ച, ദ്വിജരാജൻ പക്ഷിരാജൻ, പക്ഷീന്ദ്രൻ. അതാരാ? സാക്ഷാൽ ഗരുഡൻ. ഗരുഡന്റെ മുകളിലാണ് ഇരിപ്പ്. ദിവ്യാഭരണ ഭൂഷിത, ദിവ്യങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. വിജ്യമാനസ്തദാ ലക്ഷ്മിയാ കാമിന്യാ ചാമരൈ ശുഭൈ, പത്നിയായ കാമിനിയായ ലക്ഷ്മീദേവി ശുഭചാമരങ്ങളെ കൊണ്ട് വേണ്ട പോലെ ഈ വിഷ്ണുവിനെ വീശിക്കൊണ്ടിരിക്കുന്നു. തം വീക്ഷ്യ വിസ്മിതാ സർവേ വയം വിഷ്ണു സനാതനം. ഞങ്ങളെല്ലാവരും ആ സനാതനമായിരിക്കുന്ന നിത്യമായ വിഷ്ണു സ്വരൂപത്തെ കണ്ട് വിസ്മയം കൊണ്ടു എന്ന് പറയുന്നു. പരസ്പരം നിരീക്ഷന്ത, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞങ്ങള് വിമാനത്തില് ഞാനുണ്ട്, മഹാദേവനുണ്ട്, വിഷ്ണുവുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആ വിമാനത്തിലെ നല്ല ഇരിപ്പിടം, വളരെ മനോഹരമായിട്ടുള്ള സ്ഥിതാസ്തസ്മിൻ വരാസനെ, ശ്രേഷ്ഠമായിരിക്കുന്ന ആ സിംഹാസനത്തിൽ അല്ലെങ്കിൽ ആ ഇരിപ്പിടത്തിൽ തന്നെ ഞങ്ങൾ ഇരുന്നു. പെട്ടെന്ന് തതശ്ചാലതരസ വിമാനം വാതരംഹസ, വായുവേഗത്തിൽ വിമാനം വീണ്ടും ഉയർന്നു പൊങ്ങി. എന്നിട്ട് എങ്ങോട്ട് പോയി? സുധാസമുദ്ര സംപ്രാപ്തോ, സുധാസമുദ്രം, അമൃതവാരിധി, ആ അമൃതാബ്ധിയിൽ എത്തിച്ചേർന്നു. എങ്ങനെയുള്ളതാണ് സുധാസമുദ്രം? മിഷ്ടവാരി മഹോർമിമാൻ, വലിയ തിരകൾ നിറഞ്ഞതാണ്, ഇളകിമറിയുന്ന ഓളങ്ങളുള്ളതാണ്. യാദോഗണ സമാകീർണ ചലദ്വീചി വിരാജിത, മകരമത്സ്യങ്ങൾ തുടങ്ങി നിരവധി ജലജന്തുക്കൾ നിറഞ്ഞതായിട്ടുള്ള ഈ അമൃതവാരിധിയിലേക്ക്, അമൃതസമുദ്രത്തിലേക്ക് വിമാനം എത്തി. പിന്നെയോ മന്ദാര പാരിജാതാദ്യൈ പാദപൈരതിശോഭിത നാനാസ്തരണ സംയുക്തോ നാനാചിത്ര വിചിത്രിത. മന്ദാരം പാരിജാതം തുടങ്ങിയ മന്ദാര പാരിജാതാദ്യൈ പാദപൈരതിശോഭിതം തുടങ്ങിയ ദിവ്യവൃക്ഷങ്ങളാൽ അതീവ ശോഭയുള്ള നാനാസ്തരണ സംയുക്തോ, പലതരം വിരിപ്പുകളോടുകൂടിയ, പലതരം ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച, മുക്താദാമ പരിക്ലിഷ്ടോ, മുത്തുമാലകൾ നിറയെ തൂക്കിയിട്ടുള്ളതായിട്ടുള്ള, നാനാദാമ വിരാജിത, പലതരം മാലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള, അശോക ബഗുളാധ്യാശ്ചൈ വൃക്ഷൈ കുരബഗാദിഭി, അശോകം, ബഗുളം, ഇലഞ്ഞി, ചെങ്കുറഞ്ഞി തുടങ്ങിയ വൃക്ഷങ്ങളാൽ അവിടെ ശോഭിച്ചിരിക്കുന്നു. സംവൃത സർവത സൗമ്യൈ, എല്ലായിടത്തും സർവത്ര ചുറ്റപ്പെട്ടതും. കേതകീ ചമ്പകൈവൃത, ഏറ്റവും മൃദുവായിരിക്കുന്ന കൈത, ചമ്പകം തുടങ്ങിയവ. പിന്നെ കോകിലാരവ സങ്കുഷ്ടോ, കുയിലുകളുടെ വളരെ മനോഹരമായിട്ടുള്ള പാട്ട് അവിടെ മുഴുവൻ, നാദം അവിടെ മുഴുവൻ കേൾക്കാനുണ്ട്. ദിവ്യഗന്ധ സമന്വിത, അവിടെ മുഴുവൻ ദിവ്യമായ ഗന്ധം വ്യാപിച്ചിരിക്കുന്നു. പിന്നെയോ ദുരേഭാതിരണൽക്കാരൈരഞ്ജിത പരമാത്ഭുത, മൂളിപ്പറക്കുന്ന നിരവധിയായിട്ടുള്ള വണ്ടുകൾ, അത് അത്യത്ഭുതം ജനിപ്പിക്കുന്നതാണ് ഈ കാഴ്ചകളൊക്കെ തന്നെ. അതിൻ്റെ നടുവിൽ തസ്മിൻ ദ്വീപേ ശിവാകാര പര്യങ്ക സുമനോഹര, അതിൻ്റെ ആ മണിദ്വീപം എന്നുള്ളത് ഞങ്ങൾ കണ്ടു. ആ ദ്വീപത്തിൽ
മംഗളാകൃതിയോടുകൂടിയിട്ടുള്ള ശിവാകാരമായിരിക്കുന്ന മംഗളം, ആ മംഗളത്തിൻ്റെ ആകൃതി എന്ന് വെച്ചാൽ സർവമംഗളകരമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു പര്യങ്കം, മഞ്ചം, അത് കണ്ടു. രത്നാളി ഖചിതോത്യർത്ഥം നാനാരത്ന വിരാജിത ദൃഷ്ടോസ്മാഭിർവിമാനസ്ഥൈ ദൂരത പരിമണ്ഡിത. ഇവിടെ ധാരാളം രത്നങ്ങൾ പതിച്ച, പലതരം രത്നങ്ങളാൽ ശോഭിക്കുന്ന വിശേഷമായിട്ടുള്ളൊരു മഞ്ചം. അപ്പൊ ദൂരെ ഇങ്ങനെ കാണുന്നു. എവിടെ ഇരുന്ന് ഞങ്ങൾ കണ്ടു? വിമാനത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾ കണ്ടു. ദൃഷ്ടോസ്മാഭിർ വിമാനസ്ഥൈ, വിമാനത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾ ഈ മനോഹരമായിട്ടുള്ള മഞ്ചത്തെ കണ്ടു. നാനാസ്തരണ സംഛന്ന ഇന്ദ്രചാപസമന്വിത പര്യങ്കപ്രവരേ തസ്മിൻ ഉപവിഷ്ട വരാംഗന. ഈ പീഠം മാത്രമല്ല, ഈ മഞ്ചം മാത്രമല്ല കണ്ടത്, പലതരം കമ്പളങ്ങൾ വിരിച്ച് മഴവില്ലിൻ്റെ കാന്തി, ഇന്ദ്രചാപ സമന്വിത പര്യങ്കപ്രവരെ, ശ്രേഷ്ഠമായ ഉത്തമമായ പര്യങ്കത്തിൽ, തസ്മിൻ ഉപവിഷ്ട വരാംഗന, ശ്രേഷ്ഠയായ ഒരു അംഗന, ഉത്തമയായ ഒരു തരുണി, ഒരു യുവതി അതിൽ ഇരിക്കുന്നുണ്ട്. രക്തമാല്യാംബരധര രക്തഗന്ധാനുലേപന സുരക്തനയനാ കാന്ത വിദ്യുൽ കോടി സമപ്രഭ. എങ്ങനെയുള്ളതാണ് ആ പെൺകുട്ടി? അതാ പറഞ്ഞത്, രക്തമാല്യം ധരിച്ചിട്ടുണ്ട്, നല്ല ചുവന്ന മാല ധരിച്ചിട്ടുണ്ട്, ചുവന്ന പട്ട് ഉടുത്തിട്ടുണ്ട്. രക്തമാല്യാംബരധര, അതേപോലെ രക്തഗന്ധാനുലേപന, രക്തനിറമുള്ള കുറിക്കൂട്ട് ധരിച്ചിട്ടുണ്ട്, അണിഞ്ഞിട്ടുണ്ട്. സുരക്തനയന, കണ്ണുകൾക്കും രക്തനിറമാണ്, അരുണ വർണ്ണത്തോടു കൂടിയിട്ടുള്ള കണ്ണുകൾ. അങ്ങനെ കാന്താ വിദ്യുത് കോടി സമപ്രഭ, നല്ല സൗന്ദര്യം, കാന്തി, സൗന്ദര്യം, കോടി, ആ മിന്നലുകളുടെ ശോഭ ആ തരുണിയിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു എന്ന് പറയുന്ന 38-ാമത്തെ ശ്ലോകത്തോടുകൂടി ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.